ഡീസന്റ് ഫാമിലി. ഈ കാറിൽ അങ്ങനെ സ്ഥലമൊന്നുമില്ല. ഹായ്, പോലീസുകാർ വരുന്നുണ്ട്, പോലീസുകാർ വരുന്നുണ്ട്. അവർ ഐസ്ക്രീം വിൽക്കാനല്ല വരുന്നത്, നമ്മളെ പിടിക്കാൻ വേണ്ടിയാ വരുന്നത്. എന്തൊരു കാറാ ഇത്, സ്റ്റാർട്ട് ആവുന്ന പോലും ഇല്ലല്ലോ. ഈ കറങ്ങിലുണ്ട്, ഇപ്പൊ നിനക്ക് അതുപോലും ഇല്ലല്ലോ. അതെ, ബാങ്കിൽ ഇൻസ്റ്റാൾമെന്റ് കിട്ടാത്തോണ്ട് എടുത്തോണ്ട് പോയതല്ലേ. അതെ, നീ നോക്കിയത് മതി. പെട്ടെന്ന് വണ്ടി ചാട്ടി, പുറകെ അവന്മാര് വരുന്നുണ്ട്. പിന്നെ അടിച്ച് ഷേപ്പ്. നമുക്ക് 2 ജോലിയുണ്ട്. ഒന്ന്, സ്വത്ത് മാറ്റി എഴുതണം. രണ്ടാമത്തത് മാംഗോ ബാർ വാങ്ങിക്കണം. ചക്കരെ, എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കേ. രണ്ടാമത്തത് നാളെ കോർട്ടിൽ പോയി മാംഗോ ബാർ ബെയിൽ വാങ്ങിക്കണം. പോലീസിനടുത്ത് വിട്ടാ പിന്നെ ബസ്വരാജിനടുത്ത് വിട്ട പോലെയാണ്. മൂന്നാമത്തേത് മാംഗോ ബാർ വാങ്ങിക്കണം. ചക്കരെ, ഈ 2 കാര്യം ചെയ്ത് കഴിഞ്ഞു നിനക്ക് ഐസ്ക്രീം പാർലർ തന്നെ വാങ്ങിച്ചു. നിനക്കൊരു ഐസ്ക്രീം സ്റ്റിക്ക് പോലും കിട്ടില്ല. ആ, അങ്ങനെയാണെങ്കിൽ കാർ നിർത്ത്, ഞാൻ വീട്ടിൽ പോയി മാംഗോ ബാർ എടുത്തോളാം. ചക്കരെ, നിനക്ക് എന്തായാലും ഐസ്ക്രീം കിട്ടിയിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. ചക്കരെ, ഹയത്തിന്റെ വഴി വെച്ച്. ഓക്കെ ഗൂഗിൾ, ഹയത്തിലേക്കുള്ള വഴി പറയൂ. സീത, അത് ഗൂഗിൾ അമേരിക്ക. നീ ഭൂട്ടാനല്ല വന്നത്. ഹൈദരാബാദിനെ കുറിച്ച് നിനക്ക് എന്താ അറിയാനാ? ഇവിടുന്ന് റൈറ്റ് എടുക്കണം. സീത, ഗൂഗിൾ ലെഫ്റ്റ് എന്നാ പറയുന്നത്. ഷട്ട് അപ്പ്. ഹയത്ത് പറഞ്ഞിങ്ങനെ ഹൈറ്റിൽ കൊണ്ടുപോയിട്ടില്ലേ? സീത, നീ നമ്മളെ കുടിക്കെന്ന് ഇതിന് അറിയില്ല. അങ്ങനല്ല സീത ചെയ്യേണ്ടത്, ഇങ്ങനെ. നാളെ നിങ്ങൾ കോർട്ടിൽ പോകുന്നതായിരിക്കും. ഞങ്ങൾ സ്ഥലത്ത് താമസിച്ചോ? ഈ ഏരിയയിലോ? രാത്രി ഉത്സവമുള്ളതുകൊണ്ട് പോലീസ് പോലും അകത്ത് വരില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ, ഒന്നും പേടിക്കണ്ട. നീ എന്റെ കൂടെ വാ, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. ശരി വാ. ഇവനെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് നാളെ കോർട്ട് സമയത്ത് കൊണ്ടുവന്ന് വിട്ടേക്കാം. ശരി. എന്തോ ഒരാവശ്യമില്ല. ഞാനുള്ള സ്ഥലത്താ ഇവനും ഉണ്ടാവുള്ളൂ. നീ ചെന്ന് വേറെ ആളെ നോക്ക്. അതിന്റെ കൂടെ തന്നെ ഇരിക്കാലോ. ഷട്ട് അപ്പ്. എന്നെ ചൂണ്ടിയേ. നിങ്ങളൊക്കെ മര്യാദക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ മൊത്തം ഞാൻ കത്തിച്ച് ചാമ്പലാകും. വേണ്ട സാർ, നിങ്ങൾ ഒരു ബുള്ളറ്റ് പുറത്താക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളെ ഇല്ലാതാക്കളയും സാർ. ചത്തുപോകും സാർ. നമ്മളുടെ വീട് നശിപ്പിച്ചവരെ നമ്മൾ എന്തിനാണ് രക്ഷിക്കുന്നേ? അവൾക്ക് വേണ്ടിയല്ലേ വലിയമേ, ഇദ്ദേഹത്തിന് വേണ്ടിയാ. ഇദ്ദേഹം ശരിക്കും നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യരെ നമ്മൾ രക്ഷിക്കണം. തോക്കും വാലൊക്കെ ചുരുട്ടി വെച്ചിട്ട് തിരിച്ചു പോയേക്കേ. സിറ്റുവേഷൻ ശരിയല്ല സാർ. വേണ്ട സാറേ, പറയുന്ന കേക്ക്, നമുക്ക് പോയേക്കാം. സർ, ഇല്ല സാർ, അവർ കോളനിക്കകത്ത് കയറി. സിറ്റുവേഷൻ അത്ര ശരിയല്ല. എന്റെ കയ്യിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അവൾക്ക് അർജന്റായിട്ട് ബെയിൽ വേണ്ടി വരും. രാവിലെ ഏത് വിധേനയും കോർട്ടിലെത്തില്ലേ മതിയാവൂ. താൻ ചെന്ന് പുറത്ത് കാവല് നിൽക്ക്. അവള് കോടതിയിൽ കയറുന്നതിന് മുമ്പ് അവൾ അറസ്റ്റ് ചെയ്ത് വണ്ടിയിലേക്ക് കേട്ട്. നമസ്കാരം സാറേ. എന്ത് ചെയ്യുന്നു? നിങ്ങളോട് എന്താ ചെയ്യുന്നേ? ക്വസ്റ്റ്യൻ അല്ല, ഞാനും ക്വസ്റ്റ്യൻ ചെയ്ത് ചേട്ടനും ക്വസ്റ്റ്യൻ ചെയ്താ പിന്നെ ആൻസർ ആര് പറയും? ജഡ്ജി ഒന്ന് പറയോ? ഒന്നാമത് ഞാൻ ഇറിറ്റേഷനില്ല.
വേഗം ഇവിടുന്ന് വിട്ടോ. നിന്റെ ഇറിറ്റേഷൻ ഞാൻ ക്ഷമിക്കാം, പക്ഷെ പറ ഇവിടെ ആരൊക്കെ വരുന്നു? സീതയും പിന്നെ ആ കറന്റ് പോസ്റ്റും. അപ്പൊ സീത മാഡമിന്റെ അസിസ്റ്റന്റ്? അറിയില്ല. അപ്പൊ സീതയെ കോർട്ടിന് വെളിയിൽ തന്നെ അറസ്റ്റ് ചെയ്യോ? അതെ. അപ്പൊ സീത മാഡമിന്റെ അസിസ്റ്റന്റിനെ? അതിനെ കൊണ്ട് എനിക്കെന്തോ വേറെ ഇഡിയറ്റ്. അപ്പൊ ആ പയ്യനെ? ഷൂട്ട് ചെയ്യും. സീത മാഡമിന്റെ അസിസ്റ്റന്റിനെ? മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ നിന്റെ പണി ഞാൻ തീർക്കും. അവന്റെ അടുത്ത് ചോദിച്ചാൽ എന്റെ കൈ പൊട്ടിക്കുന്നു പറയുന്നത്, നിന്റെ അടുത്ത് ചോദിച്ചാൽ നിന്റെ പണി തീർക്കുന്നു പറയുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ വട്ടാണ്? ബസവരാജന്റെ ആളാണെന്ന് കരുതിയാ ക്ഷമിക്കുന്നത്. നിന്നെയും ഈ യൂണിഫോം ഇട്ടുകൊണ്ടാ ക്ഷമിക്കുന്നേ. എന്റെ പെണ്ണിന് എന്തെങ്കിലും ആയെങ്കിൽ എന്റെ ഓർക്കസ്ട്ര മൊത്തം നിന്റെ വീട്ടിൽ തന്നെ വെക്കാം. അപ്പൊ നിനക്ക് ബമ്പം പോലെ ശങ്കം മോകലേ ബമ്പം പോലെ. ഈ എന്തിനു പോലീസിനെ ഇത്രയും ചീത്ത വിളിച്ചു കഴിഞ്ഞിട്ടാണോ അടിക്കുന്നേ? ഒന്ന് പോടാ. വാ, കടലിനക്കരെ പോണോരെ കാണാ പൊന്നൻ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. വന്നോ? വന്നില്ല സാർ, ഞങ്ങൾ അലേർട്ടാണ്. നിന്റെ ദാരിദ്ര്യം കാരണം എന്ത് ചെയ്താലും ലോസേ ഉണ്ടാവൂ. സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കണം. കോർട്ടിലെത്തുന്നതിന് മുമ്പ് അവളെ ഞാൻ അറസ്റ്റ് ചെയ്യും സാറേ. ഐ എം വെരി ഷുവർ സാർ. യാ. ഇൻസ്പെക്ടർ സാർ, ഗുഡ് മോർണിംഗ്. എന്താ ടെൻഷനാണോ? ഇൻസ്പെക്ടർ സാർ, ഹൗ ആർ യു? ഇവരെപ്പോഴാ വന്നത്? രാത്രി വന്നതാ സാറേ. കൈക്കൂലി എത്ര വാങ്ങിതാൻ? സാറ് തമാശ പറയാണോ? കൈക്കൂലിയെ കുറിച്ച് സാറാ പറയുന്നത്. ഏയ്, ലോക്കപ്പിൽ കയറ്റി നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. സാറേ, ഞാൻ കോർട്ട് എംപ്ലോയിയാ. കാക്കിയുടെ പവറൊക്കെ പുറത്ത് ആളുകളോട് കാണിച്ചാൽ മതി. എന്റെ അടുത്ത് വേണ്ട. കേസൊക്കെ തലതിരിഞ്ഞു വരും. അതൊക്കെ ഞങ്ങളുടെ ഏരിയയിലുള്ള പിള്ളേരാ. എന്തു പറ്റി? ഓൾറെഡി അവര് കോടതിക്കകത്ത് കയറി സാർ. രാമൻ ഇതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എടാ എന്റെ പൊന്ന് ചക്കരക്കുട്ട, നീ പോലും അറിയാത്തൊരു വാൽമീകി നിന്റെ അകത്തുണ്ടടാ. നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ എന്നെ മനസ്സിലായിട്ടുള്ളൂ. താങ്ക് യു. പൊക്കി പറഞ്ഞാലും കാറി തുപ്പിയാലും ഒരേ എക്സ്പ്രഷൻ. എന്ത് ജന്മമാണോ? സീതയുടെ ലോയർ നീയാണോ? സാർ, ഞാൻ ആരാണെന്നറിയോ? അറിയാം സാർ. അറിയോന്ന്? ബസ്വരാജിനെ അറിയോ? ആ? സാർ, കേസ് വാദിക്കുന്നൊന്ന് കാണാലോ. ചക്രം, നമ്മുടെ ലോയർ എവിടെ? ദേ വരുന്നുണ്ട്. സോറി മാഡം, ഈ കേസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. അതെന്താ? എന്തോ എനിക്ക് ഓർമ്മപ്പിച്ചുകൊണ്ട് മാഡം, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരാത്തോണ്ടെന്നല്ല, വാർണിംഗ് കിട്ടിക്കാണും. പറയുന്നത് മനസ്സിലാക്കും മാഡം, എനിക്കൊരു ഫാമിലി ഉള്ളത്. സോറി. ചെല്ല്, ചെന്ന് നല്ല ലോയറെ വിളിച്ചോണ്ട് വാ. എത്ര വേണമെങ്കിലും ചെലവാവട്ടെ. ഓക്കെ. ഗോ. സർ, സീതാ മാഡത്തിന്റെ ഒരു ചെക്ക് ബൗൺസ് കേസ് ഉണ്ട്, അതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? സീതാ മാഡത്തിന്റെ കേസാണോ? അയ്യോ വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല. ചക്രം, എനിക്ക് ആ കപ്പലിന്റെ വാങ്ങിച്ചു തരുമോ? ഒരു മിനിറ്റ് ചക്ര. സർ, ഒരു ചെറിയ കേസ് ഉണ്ട് സീതാ മാഡം. ചക്രപാണിക്കെതിരായിട്ടാണോ? ഇല്ല, എനിക്ക് പറ്റില്ല. ചക്രം, കപ്പലിന്റെ. ചക്രയെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ലോയർ കിട്ടിയുണ്ടേ മനസ്സിലായി. മാഡം, ഒരു ചെറിയ കേസ് ഉണ്ട്. സീതയുടെ കേസാണോ? ക്ഷമിക്കണം, നിങ്ങൾ വേറെ ആളെ. ചക്രം, കപ്പലിന്റെ വാങ്ങിച്ചതാ. എന്താ? നിന്റെ ലോയർ പോയോ? നീ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടുന്നേ? പുറത്തേക്കൊന്ന് നോക്കി. അവിടെ കാർ ഓപ്പൺ ആണ്, അതിന്റെ ഡോർ ഓപ്പൺ ആണ്. എന്റെ മനസ്സ് ഓപ്പൺ ആണ്. നീ ഇങ്ങ് വന്നേക്ക്. ഞാൻ പറയാതെ ഒരു ലോയർ നിനക്ക് വേണ്ടി കേസ് വാദിക്കില്ല. എല്ലാവർക്കും നല്ല പേടി, ആരും വരുന്നില്ല. ഇനി എന്താ ചെയ്യാ? നിനക്ക് ഓക്കെ ആണെങ്കിൽ എൻ്റെ അടുത്തൊരു സൂപ്പർ ലോയർ ഉണ്ട്, അയാൾ വെച്ച് ഈ കേസ് ഹാൻഡിൽ ചെയ്യും. ആര്? റാം. അയ്യോ മാഡ്, അവനൊരു മണ്ടനാ. അവന്റെ കൂടെ ചേർന്ന് നീയും മണ്ടനായോ? അവനറിയാവുന്ന നിയമം ഇവിടെ ഇരിക്കുന്ന ഒരു ലോയറിന് പോലും അറിയില്ല. നീ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടതല്ലേ? ഇസ് ദിസ് എ ജോക്ക്? അതെങ്ങനെയാ പറയുന്നേ? അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. സോ ഇപ്പൊ അവന് മാത്രമേ നിന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. നീ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കേ. നോക്ക് നോക്ക്, കണ്ടറിഞ്ഞു. ജഡ്ജ് അദ്ദേഹം വരുന്നുണ്ട്, എല്ലാരും നിൽക്കോ. വസന്തവാഡ സീതാ മഹാലക്ഷ്മി, വസന്തവാഡ സീതാ മഹാലക്ഷ്മി. മിസ്റ്റർ ചക്രപാണി, തുടങ്ങിക്കോളൂ. സീതാ മഹാലക്ഷ്മി എന്ന ഈ പെൺകുട്ടി ചെന്തുലാൽ ബെൻസിലാൽ എന്നയാളുടെ കയ്യിൽ നിന്നും 5 കോടി രൂപ കടമായി വാങ്ങിയിട്ടുണ്ട്. എന്റെ കക്ഷിയായ ചെന്തുലാൽ ബൻസിലാൽ
ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന് പെട്ടെന്നൊരു പേഴ്സണൽ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നു. സീതാ മഹാലക്ഷ്മിയോട് പണം തിരികെ ചോദിച്ചപ്പോൾ അവർ ഒരു ചെക്ക് കൊടുത്തു, അത് ബൗൺസായി. അതുകൊണ്ട് സെക്ഷൻ 138 ആൻഡ് 420 ക്രിമിനൽ ഒഫൻസ് സെക്ഷൻ പ്രകാരം തക്ക ശിക്ഷ നൽകണമെന്ന് ഈ കോടതിയോട് അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്.